പ്രജുൽ ദേവണ്ണ കർണാടകയെ പിടിച്ചു കുലുക്കിയ വിവാദമായിരുന്നു. ഇവിടെ BJP എന്ന പാർട്ടിക്ക് വലിയൊരു അടിയായിരുന്നു പ്രജുൽ ദേവണ്ണ. ഏതൊരു പാർട്ടിയിലും ഉണ്ടാകും ഒരു ഞരമ്പ് രോഗി. ഇവിടെ പ്രജുൽ വെറും ഒരു ഞരമ്പ് രോഗി അല്ലായിരുന്നു, ഒരു സൈക്കോപാത്ത് എന്ന് തന്നെ പറയാം. ഒന്ന് ആലോചിക്കണം, നിലവിലെ ഒരു സിറ്റിംഗ് MP ആയിട്ടുള്ള ഒരാൾ, പോരാത്തതിന് മുൻ പ്രധാനമന്ത്രിയായിരുന്ന HD ദേവഗൌഡയുടെ ചെറുമകൻ കൂടിയാണ് ഇയാൾ. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു MP. പീഡിപ്പിച്ച സ്ത്രീകളുടെ കണക്കുകൾ കേട്ടാൽ കണ്ണു തള്ളും. 400-ലധികം സ്ത്രീകളാണ് ഇയാളുടെ ഇരയായിട്ടുള്ളത്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥയും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും പറയാനുള്ളത് പ്രജുൽ ദേവണ്ണയുടെ ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളാണ്. തോക്ക് ചൂണ്ടിയും ഭീഷണിപ്പെടുത്തിയുമുള്ള പീഡനം. 2976 വീഡിയോ ക്ലിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. HD ദേവഗൌഡയുടെ കൊച്ചുമകനായി ജനിച്ച എന്ന പ്രിവിലേജിലാണ് കഴിഞ്ഞ തവണ ഇയാൾ ഹാസനയിൽ മത്സരിച്ച് MP ആയത്. ലോക്സഭാ ഇലക്ഷനിൽ ചൂട് പിടിച്ചു നിൽക്കുമ്പോഴാണ് NDA സഖ്യത്തെ പ്രതിരോധത്തിലാക്കിയത് കർണാടകയിൽ ഈ സെക്സ് ടേപ്പ് വിവാദം. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഇയാൾ ജർമ്മനിയിലേക്ക് കടക്കുകയും ചെയ്തു. പ്രജുലിന്റെ പിതാവ് ദേവണ്ണയും ഇത് തന്നെയാണ് ചെയ്തു വന്നിരുന്നത്. പീഡന കുടുംബപരമായി കൈമാറി വന്നിരിക്കുന്നതാണ്. അത് ഒരിക്കലും ഒരു പാർട്ടിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പീഡന പരമ്പര തന്നെയാണ് പ്രജുൽ ദേവണ്ണയിൽ നിന്നും പുറത്തു വന്നിട്ടിരിക്കുന്നത്. സൈക്കോ സെക്സ് മാനിയായ ഒരാൾ ആണ് കർണാടക രാഷ്ട്രീയത്തിൽ നിന്നും MP ആയി മാറിയത്. സന്ദേശ് ഖാലിയിൽ സ്ത്രീകൾക്ക് നേരെ നടന്നതിനും അപ്പുറം വെളിപ്പെടുത്തലുകൾ ആണ് JDS എന്ന പാർട്ടി രാഷ്ട്രീയത്തിൽ നിന്നും കേൾക്കാൻ കഴിയുന്നത്. ഇത് BJP എന്ന പാർട്ടിക്ക് വലിയൊരു അടി തന്നെയാണ്. ശരിയാണ്, പക്ഷേ ഇതൊരു വ്യക്തിയുടെ മാത്രം നീചപ്രവൃത്തിയാണ്. അതൊരിക്കലും ഒരു പാർട്ടിയുടെയും അല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും BJP രാഷ്ട്രീയത്തിൽ പ്രജുൽ വിള്ളൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യം തന്നെയാണ്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, അതായത് നാരീശക്തികൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ഒരു പാർട്ടിയിൽ നിന്നുമാണ് പ്രജുൽ ദേവണ്ണയും അയാളുടെ പിതാവായ HD ദേവണ്ണയുടെയും സെക്സ് സ്കാം പുറത്തു വന്നിരിക്കുന്നത്. ഇത് BJPക്ക് ഒരു വലിയൊരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ BJP വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി നാരീശക്തിയെ കുറിച്ച് വാതോരാതെ പറയുന്ന പാർട്ടി മുന്നണിയിലെ ഒരു പ്രധാന നേതാവിന്റെ മകൻ കൂടിയാണ് ഇദ്ദേഹം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സെക്സ് സ്കാമിൽ കുറ്റാരോപിതനായിരിക്കുന്നത്. ഇത് ദേശീയ അടിസ്ഥാനത്തിൽ BJP എന്ന പാർട്ടിക്ക് ക്ഷീണം തന്നെയാണ്. അത് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇനി 14 മണ്ഡലങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോഴാണ് ഈ ഒരു അടി BJPക്ക് വന്നിരിക്കുന്നത്. BJP പ്രതീക്ഷിക്കാത്ത ഒരു അടി തന്നെ എന്ന് പറയാം. ഒപ്പോസിഷൻ പാർട്ടിക്ക് BJPക്ക് കൊട്ടുകൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം തന്നെ ആയതിനാൽ രാഹുൽ ഗാന്ധിയും മോദിയെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ BJPക്ക് തെറ്റ് സംഭവിച്ചത് ഈ പ്രജുലിന്റെ പാർട്ടിക്കും എല്ലാവർക്കും ഇയാളുടെ സ്വഭാവ സവിശേഷത ഏകദേശം നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ടാണ് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. കർണാടക ചരിത്രത്തിൽ കേൾക്കാത്ത സംഭവങ്ങളാണ് ഓരോ ദിവസം കൂടുമ്പോഴും പുറത്തു വരുന്നത്. ഇതോടുകൂടി BJP ആകെ വെട്ടിലായി എന്നുള്ളത് സത്യമാണ്.